ഇപ്പോൾ തിരുവനന്തപുരം വെങ്ങാനൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയിട്ട് ഒരു ദിവസം പിന്നിടുന്നു. സ്ത്രീകളടങ്ങുന്ന കിടപ്പ് രോഗികളുള്ള ആശുപത്രിയിലാണ് ഈ ഒരു ദുരവസ്ഥ ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി മുതലാണ് ഇവിടെ വൈദ്യുതി മുടങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത, ഒരു വശത്ത് മഴ ശക്തമാവുകയാണ്, മഴക്കാല ദുരിതത്തിലാണ് ജനങ്ങളൊക്കെ തന്നെയും ഉള്ളത്. അതിനിടയിലാണ് ഇവിടെ ആശുപത്രിയിൽ പോലും വൈദ്യുതി ഇല്ല എന്നുള്ളൊരു കാര്യം. കൂടുതൽ ദുരിതത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടുകയല്ലേ സർക്കാർ? വിഷ്ണു, തിരുവനന്തപുരം വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയാണ്. ആ ആശുപത്രിയിലാണ് കഴിഞ്ഞ രാത്രി മുതൽ കറണ്ട് ഇല്ലാത്തത്. ഇന്ന് 24 മണിക്കൂറിനോളം അടുക്കാൻ പോകുന്നു ഈ കറണ്ട് നഷ്ടപ്പെട്ടിട്ട്. ഒട്ടേറെ സമയമായി നിരവധി കിടപ്പ് രോഗികൾ ഈ ആശുപത്രിയിലുണ്ട്. സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് നിരവധി കിടപ്പ് രോഗികൾ രോഗികളുള്ള ഒരു ആശുപത്രിയാണ് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി. ആ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ കറണ്ട് ഇല്ലാത്തത്. നമുക്കറിയാം, ഈ ആളുകളെല്ലാം, ഈ രോഗികളെല്ലാം പുറത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവരെല്ലാം ഇരിക്കുന്നത് ഉള്ളിൽ ഇരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൊണ്ടാണ്, കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ്. വാർഡിലെ ഒരു അവസ്ഥ നമുക്ക് കാണിച്ചു തരാം. നിലവിൽ ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു സ്ഥിതി. ഇതാണ് സ്ഥിതി. ഇവിടെയുള്ള രോഗികളെല്ലാം പുറത്തിറങ്ങിയിരിക്കുകയാണ്. കറണ്ട് ഇല്ലാത്തൊരവസ്ഥ. നിരവധി രോഗികളാണ് ഈ ആശുപത്രിയിൽ കിടപ്പ് രോഗികളായിട്ടുള്ളത്. ആ സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇത് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ നമ്മുടെ LED ലൈറ്റിൻ്റെ പ്രകാശത്തിലാണ് ഇപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത്. നേരത്തെ ക്യാമറ അകത്തേക്ക് കയറി വരുമ്പോൾ LED ലൈറ്റ് ഓണാക്കിയില്ല. കാരണം ഇതിൻ്റെ ഒരു ഭീകരത എന്താണെന്നും അല്ലെങ്കിൽ ഇത് എന്താണ് ഈ കറണ്ടില്ലാത്ത അവസ്ഥ ജനങ്ങൾക്കൊന്ന് കാണുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ LED ലൈറ്റ് ഓഫാക്കി വെച്ചത്. നിരവധി പേര് ഇവിടെ ഉണ്ട് ഇത്രയും സമയമായി. മാത്രമല്ല, ഈ ചികിത്സ കഴിയുന്ന സ്ട്രോക്ക് വന്നിട്ടും അല്ലാതെയുമൊക്കെ ചികിത്സയിൽ കഴിയുന്ന നിരവധി പേരുണ്ട്. ഫാൻ ഇല്ലാതെ ഇരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. ചികിത്സയ്ക്കുമായി വലിയ ബുദ്ധിമുട്ടാണ് ഇവർ അനുഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോയതാണ് അല്ലേ ചേട്ടാ? കഴിഞ്ഞ ദിവസം കറണ്ട് പോയതാണ് അല്ലേ? പോയിട്ട് വന്നായിരുന്നു, രാത്രി വന്നായിരുന്നു, 6 മണിക്ക് ശേഷം വന്നായിരുന്നു. പിന്നെയും ഇടയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. എങ്ങനെ വെള്ളം വലിയ ബുദ്ധിമുട്ടാണോ? വെള്ളത്തിന് അവർ ഇന്ന് വെള്ളം തന്ന്, ചൂടുവെള്ളം, അപ്പം ചൂടുവെള്ളം തന്നുണ്ട്. ഈ കട്ടില്ലാതെ പിന്നെ ആർക്കും നിൽക്കാൻ പറ്റില്ല കേട്ടോ. വീട്ടിൽ നിന്ന് കൊല്ലം കൊണ്ട് അവരൊക്കെ നമുക്കായിരുന്നാലും എന്തായാലും കൊണ്ടുവരാൻ പറ്റും. അത് തന്നെയാണ്, കറണ്ട് ഇല്ലാത്ത സാഹചര്യം വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. കാരണം നമുക്കറിയാം, ഈ ആശുപത്രിയാണ്. ആശുപത്രിയിൽ കറണ്ട് ഇല്ലെങ്കിൽ ഉണ്ടാകാവുന്നൊരു സ്ഥിതി നമുക്ക് അറിയാം. വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഇങ്ങനെ കറണ്ട് പോയി വന്ന് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ? ഇന്നലെ രാത്രി ഒരു 3 മണിക്ക് പോയതാണ്, ഇതുവരെയായിട്ട് വന്നിട്ടില്ല. 2 ദിവസമായി. ഇപ്പോൾ കറണ്ടില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെള്ളത്തിനും ബുദ്ധിമുട്ടാണ്. ഈ കിടപ്പ് രോഗികളൊക്കെ ഉള്ളത് കിടപ്പ് രോഗിയാണ്. ഭയങ്കര ചൂട് കൊണ്ടാണ് പുറത്താണ് പോയിരിക്കുന്നത്. രാത്രി കഴിച്ചു കൂട്ടുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് 4 ദിവസമായിട്ട് ഇങ്ങനെ പോയി വന്ന് ചെറിയൊരു കാറ്റ് വന്നാൽ, മഴ വന്നാലും കൂടെ കറണ്ടില്ല. ഇതുവരെ KSEBയുടെ ഭാഗത്തുനിന്നാരും എത്തിയില്ല എന്നാണ് തോന്നുന്നത്. ഇത്രയും പരാതി പറഞ്ഞിട്ടുണ്ടോ ഈ ആശുപത്രി അധികൃതർ? അതേപ്പറ്റിയാണോ പറഞ്ഞു കാണുമായിരിക്കും. വിഷ്ണു, അതുപോലെ തന്നെയാണ് ഈ ഒരു അവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത്. കാരണം KSEBയുടെ ഭാഗത്ത് നിന്ന് ആരും ഇതുവരെ വന്നിട്ടില്ല. നമുക്കറിയാം, മഴയാണ്, പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ അടിയന്തര പ്രാധാന്യത്തോടെ ഈ വെളിച്ചം ഉറപ്പാക്കേണ്ട, വെട്ടം ഉറപ്പാക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളിലൊന്നാണ് ആശുപത്രികൾ എന്ന് പറയുന്നത്. അപ്പോൾ ചികിത്സ ഉണ്ടാകും. അതുപോലെ തന്നെ ചൂടുവെള്ളം ആവശ്യമാണ്. പ്രത്യേകിച്ചും ആയുർവേദ ആശുപത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആയുർവേദ ആശുപത്രിയിൽ ചൂടുവെള്ളം അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ്. കാരണം ഇവരുടെ ചികിത്സയ്ക്കും മറ്റുമായിട്ടുള്ള മരുന്ന് കഴിക്കുന്ന അടക്കമുള്ളവ ചൂടുവെള്ളത്തിൽ ഉപയോഗിച്ച് കഴിക്കേണ്ട മരുന്നുകളുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് ഇവിടെ ഈ വെളിച്ചവും ഉറപ്പാക്കേണ്ടതാണ്. എന്നാൽ അത്തരം സാഹചര്യങ്ങളില്ല എന്നതാണ് ഇപ്പോൾ വളരെ കഷ്ടമായിട്ട് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോയതാണ് കറണ്ട് പോയതിൻ്റെ കാരണം ശക്തമായ മഴ സംസ്ഥാനത്തുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ പോലും അവിടെ ഈ സ്ഥലത്തിൻ്റെ പരിമിതികളും അല്ലെങ്കിൽ സ്ഥലത്തെ പറ്റി അറിഞ്ഞുകൊണ്ട്, ഏതാണോ സ്ഥലത്തിൻ്റെ പ്രാധാന്യം അത് അറിഞ്ഞുകൊണ്ട് സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതാണ് ആശുപത്രി അധികൃതർ. അതോടൊപ്പം തന്നെ KSEBയുടെ ഭാഗത്ത് ഇതുവരെ അത്തരം സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ബുദ്ധിമുട്ട് ഈ രോഗികൾക്ക് അനുഭവിക്കേണ്ടി വരും. പ്രത്യേകിച്ച് കിടപ്പ് രോഗികളൊക്കെ ഉള്ളതാണ്. ആ സാഹചര്യത്തിൽ വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കേണ്ടി വരും. ഇത്തരത്തിൽ ഒരു രീതി കഴിഞ്ഞ ദിവസം പോയതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കറണ്ട്. അപ്പോൾ ഇതുവരെ വന്നിട്ടുമില്ല. വലിയ ബുദ്ധിമുട്ടുണ്ടെന്നാണ് രോഗികളും പറയുന്നത്. അതെ, അതായത് അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ കറണ്ട് പോയത്. അപ്പോൾ ഇതുവരെ ഇവിടെ ഈ കറണ്ട് എത്തിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുപോലെ സംഭവിച്ചു. ഒരു 8 മണിക്ക് കറണ്ട് പോയത് പിറ്റേ ദിവസം വൈകുന്നേരം വന്നു.
അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പം ഏതാണ്ട് 1.5 ദിവസമായിട്ട് കറണ്ടില്ല. അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി ഇവിടെ ഒത്തിരി പേഷ്യൻ്റ് ഉള്ളതാണ്. അതായത് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ ഈ മുട്ടയ്ക്കാട് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി എന്ന് പറയുന്നത് മാതൃകാ ആശുപത്രിക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയ ഒരു ആശുപത്രിയാണ്. ഇന്ന് ഈ ആശുപത്രി എന്ന് പറഞ്ഞാൽ ഒരു നാഥനില്ല കളരി എന്ന് പറയുന്നത് പോലെയാണ്. കാരണം ഇവിടെ ഇത്രയും പേഷ്യൻ്റ്, ഇവിടെ പുരുഷന്മാരും അപ്പുറത്ത് സ്ത്രീകളും ഒത്തിരി ആൾക്കാരുണ്ട്. അവർ ഈ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല, വിഴിഞ്ഞം, കോവളം പ്രദേശത്തെല്ലാം ഉള്ള പാവപ്പെട്ട സാധാരണ ആൾക്കാരാണ് ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട ചികിത്സ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ മെഡിസിൻ മുഴുവനും പുറത്തുനിന്ന് എഴുതി കൊടുത്ത് വാങ്ങുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മെഡിസിൻ ഇല്ല. ഇവിടെ കിഴിയിടണം, തടവുന്നവരുണ്ട്. അവർക്ക് വേണ്ടുന്ന എല്ലാ എണ്ണ ഉൾപ്പെടെയുള്ള സർവ്വ സാധനങ്ങളും പുറത്തുനിന്നാണ് ഇവർ വാങ്ങിക്കൊടുക്കുക. അങ്ങനെ ഒരു ശോചനീയ അവസ്ഥ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കറണ്ടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, കറണ്ടിനെ സംബന്ധിച്ച് ഇവിടെ ഒരു ജനറേറ്റർ ഉണ്ട്, അതവർ പ്രവർത്തിപ്പിക്കുന്നില്ല. അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ അവിടെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി, BJPയുടെ ഭരണസമിതി ഇരുന്നപ്പോൾ വാങ്ങിച്ചു കൊടുത്തതാണ്. അത് എന്താണ് പ്രവർത്തിപ്പിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർക്കാർക്കും മറുപടിയില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നിലവിലെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് വിഷ്ണു ഇവിടെ അനുഭവപ്പെടുന്നത്. നമ്മൾ കണ്ടത് പുരുഷന്മാരുടെ വാർഡാണ്. തൊട്ട് സമീപത്ത്, അതായത് അതിനോട് തൊട്ട് ചേർന്നാണ് സ്ത്രീകളുടെ വാർഡ് ഉള്ളത്. നമുക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതിൽ പരിമിതിയുണ്ട്. അതിനകത്തുനിന്ന് അകത്തേക്ക് കയറാൻ പരിമിതിയുണ്ട്. പക്ഷേ നമുക്കിവിടുന്ന് കാണാൻ കഴിയും, ഇവിടെയാണ് ഈ സ്ത്രീകളുടെ ഒരു വാർഡ് എന്ന് പറയുന്നത്. അവിടെ താൽക്കാലികമായിട്ട് മാത്രം ഒരു ലൈറ്റ് ഉണ്ടെന്നല്ലാതെ, ബാറ്ററി പ്രവർത്തിക്കുന്ന ലൈറ്റ് ഉണ്ടെന്നല്ലാതെ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. നമുക്ക് പുരുഷന്മാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളുടെ വാർഡിലെ കാര്യങ്ങളും വലിയ ബുദ്ധിമുട്ടും ദുർഘടമാണ്. കാരണം ഇത്തരം ഒരു സാഹചര്യം തുടർന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കറണ്ട് ഇല്ലാത്തതാണ്, സ്ത്രീകളടക്കം താമസിക്കുന്നവരാണ്, രാത്രിയാകുന്നതോടുകൂടി കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഇനിയും കറണ്ട് വരാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം കൂടുതൽ ഈ രാത്രി കൂടി ആയിക്കൊണ്ടിരിക്കുകയാണ്. അധികൃതരുടെ ശ്രദ്ധ ഏറ്റവും വേണ്ട സമയം കൂടിയാണ് ഇപ്പോൾ ഈ സ്ഥലമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അധികൃതരുടെ ഭാഗത്തുനിന്നൊരു, പ്രത്യേകിച്ചും KSEBയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ, അടിയന്തരമായിട്ട് ഇടപെടൽ വേണമെന്ന് തന്നെയാണ് ഇവിടെ നിന്നും പറയാൻ കഴിയുന്നത്, ഇവിടെ നിന്ന് മനസ്സിലാക്കാനും കഴിയുന്നത്. കാരണം ഇനിയൊരു രാത്രി കൂടി വരുമ്പോഴേക്കും അത് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചേച്ചി, ഈ കറണ്ട് ഇല്ലാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം രാത്രി പോയതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് ചൂടുവെള്ളം കുളിക്കാൻ പറ്റുന്നില്ല. മഴയായപ്പോൾ ഞങ്ങൾ ഇതേ പുറത്തുനിന്ന്, ഇവിടെ ഹീറ്റർ വർക്കാവുന്നില്ല. അപ്പോൾ നനഞ്ഞ ബേസ് ബോർഡൊക്കെ എടുത്ത് ആണുങ്ങളും കൂടെയൊക്കെ ചൂടാക്കി വെച്ചിരുന്ന വെള്ളമാണ് ഞങ്ങളും കൂടെയൊക്കെ ഇന്നിപ്പോൾ കുളിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ്, ബുദ്ധിമുട്ടാണ്. 3 ദിവസം കൊണ്ട് തന്നെയാണ് അവസ്ഥ. ഒരു KSEBയുമായിട്ട് കംപ്ലൈൻറ്റ് പറയുകയോ അങ്ങനെ ഒന്നും അല്ല, ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്, അവർ വന്നപ്പോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതല്ല ആവശ്യം. ഇവിടെ ജനറേറ്റർ ഇരിപ്പുണ്ട്, അത് ഇവിടെ ഇരിപ്പുണ്ട്, ഒരു നോക്കുത്തിയായിട്ട് ഇരിപ്പുണ്ട്. അത് ഞങ്ങൾക്ക് പ്രവർത്തിപ്പിച്ചാൽ മതി. രാത്രി കാലങ്ങളിൽ ഞങ്ങളിപ്പോൾ പകൽ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ രാത്രി ഞങ്ങൾക്ക് ഉറങ്ങണ്ടേ. അപ്പോൾ അത് ഞങ്ങൾക്ക് അതിനും പറ്റുന്നില്ല. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും, ഇന്നലെ എത്ര മണിക്കാണ് കറണ്ട് പോയത്? 8-9 മണി എന്തൊക്കെ ആയപ്പോൾ പോയതാണ്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്കൊന്ന് വീട്ടിൽ വിളിക്കണമെങ്കിലും ഒന്ന് ഫോൺ ചാർജ് ചെയ്യണോ ഒന്നും ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ ആശ്രയിച്ച് കഴിയുന്നതല്ലേ, അതാണ്. എങ്ങനെ കറണ്ട് ഇല്ലാത്തത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്? അയ്യോ, കൊണ്ട് കിടക്കാൻ ഞങ്ങൾക്ക് ചികിത്സയും കഴിഞ്ഞ് വന്ന് കിടക്കുന്നതാണ്. പകൽ ഉറങ്ങാൻ പാടില്ല. രാത്രി കിടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫാനോ ഒന്നുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട്. പിന്നെ സാർ, അവിടെ ഇത് കൂടെ ഒന്ന് നോക്കണം. ആ പ്ലാവ് മറിഞ്ഞ് ഈ മതിലയിൽ കൂടി മറിഞ്ഞിഞ്ഞ് കിടക്കുകയാണ്. അതിനെ കൂടെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ അത് വന്ന് ഇടിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിന്ന് പോയാലും വേറെ ആരെങ്കിലും പുറത്തത് വീഴാത്ത രീതിയിൽ അതെന്തെങ്കിലും ചെയ്യണം. അമ്മ, കറണ്ടിന്റെ കാര്യത്തിൽ എങ്ങനെയാണമ്മ? കാരണം ഇന്ന് തൊട്ട് പോയതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ബാത്റൂമിൽ പോകേണ്ടത് ഇല്ലാത്തതുകൊണ്ട് ബാത്റൂമിലൊന്നും വെള്ളമില്ല. നമ്മൾ വളരെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത് ഇവിടെ. അത് തന്നെയാണ്, ചികിത്സയ്ക്കും ഗുളിക കഴിക്കാനും ഒക്കെ വേണ്ടേ മരുന്ന്, ഈ ചൂടുവെള്ളം വേണം. ചൂടുവെള്ളം ഒന്നുമില്ല, ഇന്നലെ തൊട്ടേ ചൂടുവെള്ളം ഇല്ല. അതുതന്നെയാണ് ആയുർവേദ ആശുപത്രിയിൽ മരുന്ന് ഉപയോഗത്തിനടക്കം ചൂടുവെള്ളം വേണം. അതോടൊപ്പം തന്നെ കുളിക്കുന്നതിനും ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ കറണ്ട് ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ വേറൊരു ദൃശ്യം കൂടി കാണിച്ചു തരാം. ഇവിടെ ഒരു ജനറേറ്റർ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജനറേറ്റർ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ ജനറേറ്റർ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്നാണ് വേണം ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ജനറേറ്റർ ഉണ്ടെന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് രോഗികൾക്ക്
യാതൊരു ഗുണവുമില്ല എന്നാണ് പറയേണ്ടത്. കാരണം ഇവിടെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ അത് പ്രവർത്തിക്കുന്നില്ലെന്നാണ് ഇപ്പോൾ രോഗികളടക്കം പറയുന്നത്. കാരണം എന്താണ് അതിൻ്റെ പ്രവർത്തനം ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും അത്തരം ഒരു സഹായമെങ്കിലും ചെയ്തു കൊടുക്കണം. കാരണം ഇവിടെ അടിക്കടിക്ക് കറണ്ട് പോകുമെന്നാണ് ഇവർ പറയുന്നത്. ഒരു മഴ പെയ്താലോ അല്ലെങ്കിൽ കാറ്റടിച്ചാലോ കറണ്ട് പോകും. ആ കറണ്ട് പോകുമ്പോൾ ഒരു ആശ്വാസം എന്ന നിലയിൽ ഈ ജനറേറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ വെട്ടമെങ്കിലും ഉപയോഗിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മാത്രമല്ല ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ താമസിക്കുന്ന സ്ഥലത്ത് പുരുഷന്മാർക്കോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറായിട്ട് പുരുഷന്മാർക്കും നിൽക്കാൻ കഴിയില്ല. സ്ത്രീകൾ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. ചിലവർക്ക് ബൈസ്റ്റാൻഡർ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. പക്ഷേ വീടുമായി ബന്ധപ്പെടാൻ ഒന്ന് ഫോൺ വിളിക്കണമെങ്കിൽ പോലും കറണ്ട് ഇല്ലെങ്കിൽ അത് ചാർജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത്രയും സമയം നീണ്ടുപോയിരിക്കുന്നു. മണിക്കൂറുകളാണ് ഇപ്പോൾ നീണ്ടുപോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മറ്റോ കറണ്ട് പോയെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും വലിയ സമയം നീണ്ടുപോയിരിക്കുന്നു. അടിയന്തരമായിട്ട് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും KSEBയുടെ ഭാഗത്തും തീർത്തും ദുരിതത്തിൽ തന്നെയാണ് ജനങ്ങൾ ഉള്ളത്. വെങ്ങാനൂരിലെ ആയുർവേദ ആശുപത്രിയിലാണ് ഈ ഒരു ദുരവസ്ഥ രോഗികൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുള്ളത്.